അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറണാകുളം ജില്ലാ സമ്മേളനം നവംബർ 9 സൗത്ത് പറവൂർ ചക്കത്തുകാട് ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഞങ്ങള് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഈ വരുന്ന നവംബർ 8, 9 തീയതികളിൽ സൗത്ത് പറവൂർ വെച്ച് ചേരുകയാണ്. ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിടവും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിക്കൊണ്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ ട്രോളറുകൾക്ക് ലൈസൻസ് അനുവദിച്ചുകൊണ്ടും കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കപ്പെട്ടുകൊണ്ടും അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ രണ്ട് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നും യാതൊരു നിലപാടുമില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ കേരളത്തിൻ്റെ ഉൾനാടൻ ജലാശയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വിദൂര ഭാവിയിൽ പോലും വളരെ പ്രത്യാഘാതമുണ്ടാക്കുന്ന, അവരുടെ തൊഴിലിന് തടസ്സമുണ്ടാക്കുന്ന സീപ്ലെയിൻ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ സീപ്ലെയിൻ പദ്ധതിയെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ് പറയുന്നത് ഡാം ടു ഡാം പദ്ധതി എന്നുള്ള നിലയ്ക്കാണ്, അത് ഉൾനാടൻ ജലാശയങ്ങളെ ബാധിക്കില്ല എന്നൊക്കെയാണ് പ്രചരണം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുന്നമട കായലിലും അതുപോലെ തന്നെ വേമ്പനാട് കായലിൽ അതുപോലെ തന്നെ കുമരകം കായലിലുമെല്ലാം അതുപോലെ തന്നെ നമ്മുടെ വേമ്പനാട് കായലിലെ ബോൾഗാട്ടി ഉൾപ്പെടെയുള്ള കായൽ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലമാണ്. നേരത്തെ എല്ലാം 4 പേരും 5 പേരുമുള്ള സീപ്ലെയിൻ വരുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ 36 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാൻ കഴിയുന്ന വളരെ വിസ്തൃതിയുള്ള സൗകര്യങ്ങളുള്ള സീപ്ലെയിനാണ് നമ്മുടെ കായലിലെ ജലാശയങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ട് സംസ്ഥാനത്തൊരു സംയുക്ത സമര സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ വരുന്ന 11-ാം തീയതി ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് സമരം പ്രാഥമികമായി നടത്തുവാൻ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് വളരെ ഭീതി നേരിടുകയാണ്. അവരുടെ ജീവനും അവരുടെ സ്വത്തിനും വീടിനുമെല്ലാം ഒരു അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പുനർഗേഹം പദ്ധതി മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളെ എങ്ങനെ ആട്ടിപ്പായിക്കാം, അവിടെ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ടൂറിസ്റ്റ് സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ഗ്രാന്റ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു തണൽ പദ്ധതി, മത്സ്യത്തൊഴിലാളികൾക്ക് തണൽ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതി പഞ്ഞമാസങ്ങളിൽ അവർക്ക് സഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ഈ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ സീപ്ലെയിൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഒരു കാരണവശാലും കേരളത്തിൻ്റെ ഉൾനാടൻ ജലാശയങ്ങളിൽ അനുവദിക്കുവാൻ മത്സ്യത്തൊഴിലാളികൾ ജീവൻ വെടിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനെതിരായിട്ടുള്ള അതിശക്തമായ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നിരവധിയായ കോൺക്ലേവുകളാണ്. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ചർച്ചകൾ കൊണ്ട് കാര്യമില്ലല്ലോ. 9.5 വർഷം ഈ ഗവൺമെൻറ്റിന് കിട്ടി. ഈ 9.5 വർഷത്തിനുള്ളിൽ കടൽ മണലാണെങ്കിലും എല്ലാം ഖനനം ചെയ്ത് കൊണ്ടുപോകാൻ, ധാതുമണൽ ഖനനം ചെയ്യുന്നതിന് കോർപ്പറേറ്റുകൾക്ക് ഒരു ഭാഗത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാകെ വളരെ ഭീതിജനകമായ നിലനിൽപ്പ് അപകടത്തിലായ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ജീവിത സാഹചര്യം, അതിൽ നിന്നുകൊണ്ട് പോരാട്ടവും സമരവും അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. അതെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനാവശ്യമായ പ്രക്ഷോഭ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനം തെക്കൻ പറവൂർ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന 9-ാം തീയതി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുന്നത്. നിരവധിയായ നേതാക്കന്മാർ, എം.പിമാർ, MLA മാർ ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കന്മാർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.
അതിന്റെ ഭാഗമായി ഒരു വിളംബര ജാഥ 8-ാം തീയതി വൈകുന്നേരം തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളി പ്രവർത്തകരുടെ എല്ലാം നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഒരു പ്രചരണത്തിന് വേണ്ടി നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, ഈ സംഘടനയെ സഹായിക്കാൻ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങളെയാണ് ഞങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടുള്ളത്. അതിൽ കായലിൻ്റെ പുറംതട്ടിലാണ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കായലിൽ നിന്ന് പറന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ വന്നിറങ്ങുന്ന സമയത്തും ചിലപ്പോൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഈ പറയുന്ന പദ്ധതി പ്രദേശങ്ങളിലെല്ലാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതാണ്. അതുപോലെ തന്നെ തിരമാലകൾ, ഇതിന്റെ ഭാഗമായിട്ടുള്ള തിരമാലകൾ ഉണ്ടായി കഴിയുമ്പോൾ വള്ളം മറിയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആദ്യമായി ഈ രംഗത്തുള്ള തൊഴിലാളികളെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ്. തൊഴിലാളികളെയോ അല്ലെ തൊഴിലാളി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വങ്ങളെയോ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുണ്ടായിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ആ കാര്യത്തിൽ.